സഹൽ, അനക്കെന്താ പറയാനുള്ളത് പറ. അനക്കെന്താ പറയാനുള്ളത് പറ. കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെ ദർസിൽ, നമ്മൾ അരീക്കോട് ആണ് നമ്മളെ ദർസുള്ളത്. ആ ദർസിൽ കുറച്ച് കുട്ടികളേ ഉള്ളൂ. നിങ്ങൾക്ക് കഴിയുന്ന മാതിരി കുറച്ച് കുട്ടികളെ ദർസിലേക്ക് കൊണ്ടുവരണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു വ്യക്തി, ഒരു കുട്ടിനെ നമ്മൾ ദർസിലേക്ക് കൊണ്ടുവന്നാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, ഒരു കുട്ടിനെ ഒരു ദർസിലേക്ക് കൊണ്ടുവന്നാൽ അവൻക്ക് എത്ര അധികം കൂലി കിട്ടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇവിടെയുള്ള ഓരോ കുട്ടികളും നമ്മളെ പോലെ പഠിക്കുന്നതും കുറേ പഠിച്ച് വളർന്ന് അവരൊക്കെ വലിയ വലിയ നിലയിലെത്തിയാൽ നമ്മൾക്കാണ് അതിൻ്റെ ഓരോ കൂലികളും കിട്ടുന്നത്. ഒന്ന് ഞാൻ പറഞ്ഞു തരാം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ഒരു വിദ്യാർത്ഥിനിയെ ഈ ദർസിലേക്ക് കൊണ്ടുവന്നെന്ന് വിചാരിക്കുക. അപ്പോൾ ആ വിദ്യാർത്ഥിനി പഠിച്ച് വലിയ പണ്ഡിതനായി. ആ പണ്ഡിതനായ ആ വിദ്യാർത്ഥി നമ്മളോട് നമ്മൾക്കും വേണ്ടി ദ്വാരക്കുമ്പോൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഖബർക്ക് നമ്മളുടെ ആ വിദ്യാർത്ഥിനി പറയുന്ന ആ കൂലിയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മളെ ഉസ്താദിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ അഷ്റഫ് ഹസനി വായക്കാട് എന്നാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഇതിവിടെ നിർത്തുകയാണ്. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്.